അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 2ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ 2023-24 വർഷത്തിൽ നടന്ന അഖ്ലാഖിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറാണ് പറയുന്നത്. വീഡിയോ മുഴുവനായും കാണാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഇടതുഭാഗത്തു നിന്നും ശരിയായ പ്രസ്താവന നടുഭാഗത്തേക്ക് എഴുതിയെടുക്കാം. 1. കളവ് പറയൽ മുഅ്മിനുകൾക്ക് ഇടതുഭാഗത്തുണ്ടാവും, യോജിച്ചതല്ല. 2. സത്യം പറയൽ മഹത്തായ താഴെ കാണാം ഒരു ഗുണമാണ്. 3. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ ബിസ്മി ചൊല്ലി വേണം. കണ്ടില്ലേ, ഇടതുഭാഗത്ത് കാണാം. 4. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് സലാം പറയൽ. 5. നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം. ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. രണ്ടാമത്തെ പ്രവർത്തനം ശരി നൽകാം. 1. അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങിയാൽ ഓപ്ഷൻ ഉണ്ട്. കൂട്ടുകാർ അകന്നു പോകും, പിശാച് അകന്നു പോകും. ശരിയായത് പിശാച് അകന്നു പോകും. 2. നടന്നു വരുന്നയാൾ സലാം പറയണം. ആർക്കാണ്? ഓപ്ഷൻ ഉണ്ട്. കിടക്കുന്നയാളോട്. 2. ഇരിക്കുന്നയാളോട്. ശരിയായത് ഇരിക്കുന്നയാളോട്. 3. തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ ഡാഷ്. തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ എന്താണ്? ഓപ്ഷൻ എല്ലാവരും ബഹുമാനിക്കുന്നു. ഓപ്ഷൻ 2 എല്ലാവരും നന്ദി പറയുന്നു. ശരിയായത് എല്ലാവരും ബഹുമാനിക്കുന്നു. 4. അടുത്ത വീട്ടിൽ താമസിക്കുന്നവരെ നാം വിളിക്കുന്നത് കുടുംബക്കാർ. ഓപ്ഷൻ 2 അയൽവാസികൾ. ശരിയായത് അയൽവാസികൾ. ചോദ്യം 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം എന്താ ചെയ്യുക? ഓപ്ഷൻ ദിക്ർ ചൊല്ലും. ഓപ്ഷൻ സ്വലാത്ത് ചൊല്ലും. ശരിയായത് സ്വലാത്ത് ചൊല്ലും. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. 2. കളവ് പറയൽ ആരുടെ അടയാളമാണ്? ഉത്തരം അത് കപടവിശ്വാസിയുടെ അടയാളമാണ്. ചോദ്യം 3. ഉമ്മ പറയുന്നതെല്ലാം നാം അനുസരിച്ചാൽ നാം പ്രവേശിക്കും എവിടെ? ഉത്തരം സ്വർഗത്തിൽ. ചോദ്യം 4. ഇമാം നവവി റഹിമഹുല്ലയുടെ പേരെന്താണ്? ഇതെല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. യഹ്യ ബിൻ ഷറഫ്. അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1. മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം. 2. ചെറിയവരെ സ്നേഹിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. എങ്കിൽ നാം ഡാഷ്. എങ്കിൽ നാം നല്ല കുട്ടികളായി. 3. അധ്യാപകർ ഏത് മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. അധ്യാപകർ ഏതു മതത്തിൽപ്പെട്ടവരായാലും നാം അവരെ ബഹുമാനിക്കണം. 4. നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഡാഷ്. നമ്മുടെ മതം പഠിപ്പിക്കുന്നവർ ശരിക്കും സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ്. 5. കുടുംബബന്ധം പാലിക്കുന്നവരെ അള്ളാഹുവിന് വളരെ
ഡാഷ് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അടുത്ത പ്രവർത്തനം, ലാസ്റ്റ് പ്രവർത്തനമാണ്, പൂരിപ്പിക്കാം. 1. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഡാഷ് ആകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പൂരിപ്പിക്കുക. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് നല്ല കാര്യവും ഗുണം കുറഞ്ഞത് ആകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്നല്ല, പഠിപ്പിച്ചിട്ടുണ്ട്. 2. ഒരു കാര്യം ഡാഷ് പറയലാണ് സത്യം. ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. 3. അയൽവാസി പട്ടിണി ഡാഷ് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. പൂരിപ്പിക്കാം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അവസാനത്തത് 4. കുടുംബബന്ധം പുലർത്തുന്നത് ഡാഷ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. കുടുംബബന്ധം പുലർത്തുന്നത് ആയുസ് വർദ്ധിക്കാനും റിസ്ക് വിശാലമാകാനും കാരണമാകുന്നു. ഇതോടുകൂടെ നമ്മുടെ 2ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.